ഒരു സ്വർണ്ണ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഗോൾഡ് കോയിനും ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഓളും കൂടി ഒന്ന് വിട്ടാലും കുഴപ്പമില്ലായിരുന്നു. ഒരു അന്യ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്നിട്ട് നമ്മളെ പുര കയറി നമ്മളെ കുടുംബക്കാരെ പറ്റി എന്താ വിചാരിക്കുക? ഒരു കല്യാണം കഴിച്ചിട്ട് എന്റെ പടച്ചോനെ ഒരാള് സ്വൈര്യം തരാത്തൊരു കല്യാണം ആയിപ്പോയല്ലോ പടച്ചോനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മണിയറയിലേക്ക് കയറിയ മണവാളനാണ് ഇപ്പോ. ഇതെന്റെ മണിയറയാക്കിയിരിക്കുകയാണ് ഞാൻ ഈ റൂം ഇപ്പോ. അപ്പൊ എന്തായാലും ഞാനൊന്ന് താഴത്തേക്ക് പോയിട്ട് എന്റെ മണവാട്ടി എന്താക്കാന്നൊന്ന് പോയി നോക്കട്ടെ. അപ്പൊ എല്ലാരും കംപ്ലീറ്റ് ആയി കാണാം. ആദ്യം തന്നെ നിങ്ങളൊരു ലൈക്ക് ഒന്ന് ഇട്ടേക്ക്. ഓക്കെ, നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം. വാ. കൊറേ ആൾക്കാരുണ്ട് താഴത്ത്. എനിക്ക് നാണാവുന്നുണ്ട്, എന്നാലും ഞാൻ അങ്ങനെ പോവാണ്. അപ്പാ ഞാൻ മണവാളനായില്ലേ? എങ്ങനെയുണ്ട്? മണിയറയിലേക്ക് കയറാനുള്ള എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഓക്കെ, ഇവർക്കൊക്കെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞേ, അല്ലാതെ എനിക്ക് പെട്ടെന്ന് മണിയറ കയറാൻ വേണ്ടിട്ടല്ല. അപ്പൊ ഓളും കൂടി ഒന്ന് വിട്ടാലും കുഴപ്പമില്ലായിരുന്നു. അല്ല, ഇവർക്കൊക്കെ പോയിട്ട് ആപ്പൊക്കെ കിടന്നുറങ്ങണം. ആപ്പിക്ക് കിടന്നുറങ്ങണ്ടേ? ഞാക്കുകാരോ? ഏയ്, ഞമ്മക്കതൊന്നും നോക്കാൻ പാടില്ല. നോക്കല്ലേ? ഇതാണ് നമ്മളെ ആവശ്യത്തിന് വരുമ്പോ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുള്ളൂ. എന്നാ പോട്ടെ. ഓളപ്പ തന്നില്ലേ ഒരു മൊയം ഇത് തരുമോ? മുല്ലപ്പൂ അല്ല, ഒരു മൊയം അയലല്ല, ഒരു മുല്ലപ്പൂ തരുമോ? ഒരു ആപ്പിയ ഒരു അന്യ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഈ വീട്ടിൽ വന്ന് കേറിയിരിക്കുക. ആ കുട്ടി നിങ്ങൾ ആ റൂമിൽ കിടത്താതെ നല്ല റൂമിൽ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ. ആ കുട്ടി ഉറങ്ങിയിട്ടില്ല മര്യാദക്ക്. അത് ഏതും വേണം നേർന്ന്? അല്ല, കുഴപ്പമില്ല. ഞാൻ ബെഡിലും കിടന്നോളാം. അല്ല, ഓള് ബെഡിലും കിടന്നോട്ടെ. ഞാൻ പായിരിച്ച് കിടന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അതെന്നെ പറഞ്ഞത്. അപ്പൊ തൊടാനും പറ്റൂലേ? നിങ്ങളെ കാണേണ്ട മാതിരി കണ്ടാ പറ്റുമല്ലോ. അത് നടക്കുമല്ലോ. ഉറപ്പാണോ? ഉറപ്പാണോ? കാണണ്ട പോലെ തന്നെ കാണും. അല്ല, അല്ലല്ല, ആപ്യ ഒരു നിമിഷം. ആപ്യ റോഷന്റെ ആപ്പൂപ്പ് കാണലാവൂല. നിങ്ങൾ പറയും അല്ലല്ലോ. ഇന്നിപ്പോ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. അതന്നെ വിഷു ആണ്. അതന്നെ. അപ്പൊ ഞാൻ പറയട്ടെ, ആപ്യ കെട്ടോ? ആപ്യ ഇപ്പോഴും വിചാരിക്കുന്നത് 500ന്റെ നോട്ടുകൾ വെറുതെ വെക്കും. അതിനെക്കാട്ടി കൂടുതലാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനെക്കാട്ടി വാല്യുബിളാണ് ഞാൻ ചിന്തിക്കുന്നത്. വെക്കും. ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് വെക്കും. അമ്മായി ചോർന്ന് കഴിഞ്ഞാ? അമ്മായി ചോർന്ന് കഴിഞ്ഞില്ലേ? തീർന്നില്ലേ? അല്ല, അത് ആപ്പിക്ക് തെറ്റി. സേഫ്റ്റിക്ക് തൊട്ടിക്കുന്ന സാധനമാണ് ആപ്പിയ. അങ്ങനെ ഇങ്ങനെ അയ്യൂല ഈ സാധനം കേട്ടോ. ഇപ്പൊ കണ്ടോളെ, ആപ്പിക്ക് അതല്ലേ. അമ്മായി ഒന്ന് കൈ കൈകിരിക്കുക. അമ്മായി ചോർന്ന് കഴിഞ്ഞാൽ അമ്മായി കൈ കൈകിരിക്കട്ടെ. ഒരു സാധനം. അപ്പൊ നമ്മളിതാ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്വർണ്ണ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഗോൾഡ് കോയിനും ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. എനിക്കിതിൽ ദൃസാക്ഷികൾ വേണം. കാരണവന്മാര് വേണമെന്ന്. ഞാൻ വിളിക്കാം. ദൃസാക്ഷി വേണം. കാരണം എന്റെ പെണ്ണിനെ വിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ചിന്തിക്കൂല ഞാൻ ഇത്രയും വലിയൊരു സമ്മാനങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മായി ഇവിടെ വന്നിക്ക് വെളിച്ചത്തേക്ക് വരി. ഒരു വാല്യൂബിൾ സാധനം കൊടുക്കുകയാണെങ്കിൽ നോട്ടുകെട്ടുകൾ കൊണ്ട് ഞാൻ ഓരോ വിലയെടുത്തില്ല എന്ന് പറഞ്ഞു. മോർ ദാൻ ദാറ്റ്, അതിനെക്കാട്ടി വാല്യൂബിൾ ആയിട്ടുള്ളതാണ് അമ്മായിക്കും ആപ്പിക്കും വേണ്ടി ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം അത് ആപ്പന്റെ കൺമുന്നാലെ കൊടുക്കും. കാരണം പിന്നെ എന്റെ പെണ്ണിനെ പിടിച്ചു വെക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന സാധനം അവർക്ക് ഉരുക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം. അത് വേറെ എന്തെങ്കിലും ഒക്കെ ആക്കി മാറ്റി എന്തുമില്ല. ഞാൻ വാല്യൂബിൾ സാധനം ഇവർക്ക് കൊടുക്കുന്നു. അത് കൊടുത്താൽ എന്റെ പെണ്ണിനെനിക്ക് വിട്ടു കിട്ടും. അതാണ് അതിൻ്റെത്. അതെ, മീഡിയേറ്റർ. ആപ്പൊക്കെ ചിലപ്പോ ഒരു തന്നോളൂ. അത് ആപ്പനിഷ്ടം. എന്റെ മോള് ഓക്കെ അല്ലേ? മോളെ അന്ന് ഞാൻ ഇക്കാക്ക നോക്ക്, ഞാൻ എന്ത് പട വെട്ടിട്ടാണെങ്കിലും അന്ന് ഞാൻ ഇതാക്കും. ഇതൊന്നും നിങ്ങള് ചിന്തിക്കൂല മക്കളെ. ഞാനിത് ചില്ലറക്കാരനാന്ന് വിചാരിച്ച ആപ്പിയ. അല്ല,
അമ്മായിയും ചിന്തിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ കണ്ടത് വേറൊരു ഞാനാണ്. മനസ്സിലായില്ലേ? അതെ, ഞാൻ വെറുതെ പറഞ്ഞു ആപ്പി എന്ന് വിചാരിച്ചറിയോ 100, 500, 1000 കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നത്. അയ്യയ്യ അപ്പ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമോ? അതെ, ആപ്പൊക്കെ മനസ്സിലായില്ലേ? ആപ്പൊക്കെ ഈ കൊടുക്കുന്നത് വേണമെങ്കിൽ ഉരുക്കാം, ഇതാക്കാം, ആക്കാം. കാരണം ആപ്പതിലൊരു മെയിൻ ആളാണ്. അപ്പൊ ആപ്പ് തന്നെ ഇരിക്കണം. ആണല്ലേ? എവിഡൻസ് വേണം. അമ്മായി ഒന്നും ഇങ്ങോട്ട് നിൽക്കോ, ഇത് തരും. അമ്മായി എത്രയും വലുത് അമ്മായിക്ക്. അപ്പൊ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉപ്പന്റെ പെങ്ങളാണ്. പിന്നെ ആപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആപ്പന്റെ വൈഫാണ്. ഇവര് നമ്മുടെ ലൈഫിലെ ഇത്രയും എന്റെ കല്യാണത്തിന്റെ കാര്യത്തിന് വേണ്ടി കുറച്ച് ഓടി പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാക്കാണ്. അപ്പൊ എന്റെ കുട്ടീനെ വിട്ടുവിട്ടല്ലോ, ആപ്പന്റെ കയ്യാലെ തന്നെ നമുക്ക് കൊടുക്കല്ലേ? അപ്പൊ ഇതൊന്ന് കൊടുക്കും. അതെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉരുക്കാം, പണിയാം, എന്തും ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? അതില് എന്താ പ്രശ്നം എന്ന് അറിയാം, ഇത് ഉരുക്കിയിട്ട് കൊടുക്കേണ്ടി വരും. കാരണം രണ്ട് മെഷർമെന്റാ. അപ്പൊ അതെന്താ ചെയ്യാ, കൂടുതൽ ആൾക്കാർ കൊടുക്കാം. നിങ്ങൾ രണ്ട് വീതിക്കാൻ നിങ്ങളെ വീട്ടിലേക്ക് ആൾക്കാർ കൂടുതൽ, അമ്മായിന്റെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ. അതല്ലേ, അമ്മായിക്ക് കട്ടിയുള്ളതാ വേണ്ടത്. അപ്പൊ ഇപ്പൊ ഇതിവിടെ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുകയാണ്. ആപ്പനെ കൊടുത്തോളി. ആപ്പക്ക് എന്നാ കോയിന് പോരെ, ബിസ്ക്കറ്റ് തന്നെ വേണം. അമ്മായിയോ ആപ്പിയോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്രയും വാല്യുബിൾ ഗിഫ്റ്റ് കൊടുക്കുന്നുള്ളൂ. ഇതാ ബിസ്ക്കറ്റും ഉണ്ട്. പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ എന്താ അറിയോ, ബിസ്ക്കറ്റാണ് കുറച്ചുകൂടി ഇത് കനം കൂടുതൽ. ആപ്പിന്റെ വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലാണ്, അമ്മായിന്റെ വീട്ടിൽ മെമ്പേഴ്സ് കുറവ്. പക്ഷെ അമ്മായിന്റെ കയ്യിലേക്ക് കുറച്ചുകൂടി വലിയ വളം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വലിയ സാധനം വേണം. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഗ്യാരണ്ടി ആപ്പ തന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പല്ല ആപ്പക്ക്? ഓക്കെ, അപ്പൊ ആപ്പനെ കൊടുത്തോളി. അമ്മായിക്ക് അമ്മായി കൈ ഇത് കൂടുതലാ, തരൂല. ആപ്പ് കൊടുത്തോളി. ഞാൻ ആ നഷ്ടം സഹിച്ച് അമ്മായിക്ക് വേണ്ടിട്ടാണെങ്കിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കനമുള്ളതാണ്. അത് അത്ര കനല്ല, അത് കണ്ടാലും അത് ഉള്ളിൽ വെയിറ്റ് കൊണ്ട് തൂങ്ങി. അപ്പൊ ആ പെണ്ണിനെ ഒന്നിക്ക് തരുമോ? അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉരുക്കാം. അല്ല, നിങ്ങൾ ഉരുക്കിക്കോളി. പ്യൂരിറ്റി അതല്ല, ഉപ്പ് ഉരക്കല്ലിട്ടാ. സ്വർണ്ണ രാത്രി ഉരക്കല് പറ്റൂല കേട്ടോ. രാത്രി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ ഉരയ്ക്കാനും ഉരുക്കാനും പാടില്ല. എന്താ ഗോൾഡ് കോയിൻ നിങ്ങളെന്ത് വിചാരിച്ചത്? ഇപ്പൊ എല്ലാവർക്കും വെള്ളരിക്ക ചന്തയില് കിട്ടുന്ന ഡിം കിട്ടുന്ന സാധനമാണത്. അല്ലല്ല, അത് നിങ്ങളെ വീട്ടിലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. കുടുംബത്തിലെ മെയിൻ ആൾക്ക് കൊടുത്താൽ തന്നെ മതി. അപ്പൊ ഉരുക്കാം. അല്ല, ഇത് കാണുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കാണുന്ന ഇതാ, ഇത് സ്വർണം കിട്ടിയപ്പോ വീണ് ഇല്ലല്ല ആപ്യ അല്ലല്ല അമ്മയ്യ, ഇത് ആ ഒരു വേർഡ് കൂടി ഒന്ന് പറഞ്ഞേക്ക്. കുരുത്തും പൊരുത്തുള്ള ചെക്കനാണെന്നുള്ളത് ഒന്ന് പറഞ്ഞേക്ക്. ചെക്കനാണ്. അല്ല, ഇത് കാണുന്ന ജെസിയാന്റെ ഒക്കെ എന്താ വിചാരിക്കുക? ഒരു നേരത്തെ പോയതിനെ കൂടി ഒരുക്കിട്ടില്ല. ആ നസറിത്താത്തും ജെസിയാന്റെ ഒക്കെ നേരത്തെ പോയി ചെലവ് ചോദിച്ചിട്ട് ഞാൻ ഓരോ പറഞ്ഞതാണ്. നോട്ടുകെട്ടുകൾ കൊണ്ട് റോഷനെ അളക്കരുത്, അളക്കാൻ. അത് ആപ്പൊക്കെ മനസ്സിലായി കാര്യം. അപ്പൊ അത് ആപ്പൊക്കെ നിന്നിട്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ കണ്ടില്ല ജെസിയാന്റെ ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങൾക്കും ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇപ്പൊ ഇതിന് പോയി ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂലല്ലോ, സ്വർണ്ണല്ലേ വിലല്ലോ. അതെ, ആപ്പാപ്പക്ക് കുറച്ചുണ്ടെങ്കിൽ ബാങ്കിൽ ഇട്ടോട്ടാ. എല്ലാം കൂടെ സ്വർണ്ണാക്കിയാ ഇൻകം ടാക്സ് വരും. ഓക്കെ, അയച്ചടിക്കണേ. ഇതിപ്പോ വേറൊരു കാര്യമുണ്ട്, അമ്മയെ ടാക്സ് അടയ്ക്കണം. ഇതാണ് ഇവിടെ ഇപ്പ ഇത് ശരിയാവില്ല കേട്ടോ. ഇപ്പ ഇതെന്താ ചെയ്യാ? ഇതായി പോണ്. അതാ പറഞ്ഞത്. എന്നാ ഒരു പണി ചെയ്തോളി, ആ GST കൂടി ഞാൻ തരുന്നു. ഇപ്പൊ അതൊന്ന് കൊടുത്തേക്കണ്ട. അല്ലല്ല, GST രാവിലെ കൊടുക്കാൻ പറ്റുള്ളൂ. ബാങ്ക് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ടിൽ പൈസ നമ്മള് ബാങ്കിൽ ഇട്ട് വെച്ചിരിക്കുന്ന സാധനമല്ല. ഇത് ഇവിടെ കയ്യിലൊന്നും നമ്മള് ലിക്വിഡ് മണി. അത് നിങ്ങൾ പിടിച്ച അതാ കണ്ട. ഇങ്ങനെ തക്കാളിയൊക്കെ ആപ്പിയെ മണിയറയിലൊക്കെ ആരെങ്കിലും തക്കാളി ഇതൊക്കെ ഞങ്ങൾ അവിടെ കറി വെക്കണ്ട.
ഒരു മണിയറിന്റെ ഉള്ളിൽ കേറാൻ വേണ്ടി ഈ മണവാളന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സത്യത്തിൽ ഇത്രയും വലിയ അവസ്ഥ ഉള്ള ഒരു മണവാളൻ അല്ല ആചരമുത്ത. ആപ്പിയ തക്കാളിയും വെണ്ടയ്ക്കൊന്നും വേണ്ട, ഞങ്ങൾ അവിടെ സാമ്പാർ വെക്കാനല്ല പോണത്. പിന്നെ ഞങ്ങൾ അവിടെ സാമ്പാർ അരിയണ പരിപാടിയാണിത്. ആപ്പിയ ഒരു കാര്യങ്ങൾ പിന്നെയും മറന്നുപോണ്ട്. ആപ്പിയ ഒരു നാൾ ഒരു മണവാട്ടിയായിരുന്നു ആണല്ലേ. അന്നത്തെ കാലത്ത് ഓറഞ്ച് ഇതൊന്നും ഇല്ല ആപ്പിയെ. ഇതിപ്പോ ആ കാലല്ലോ. അത് വേറെ അവസ്ഥ. പക്ഷെ ഇത് ഞാനിവിടെ ഉണ്ടല്ലോ. ആപ്പിയെ ഒരു മണവാളനും മണവാട്ടിക്കും കഴിക്കാനുള്ള സാധനങ്ങൾ തിന്നു നോക്കാൻ പാടില്ല എന്നാണ് അതിന്റെ ഒരു ഇത്. വെക്ക ആപ്പിയെ വേണോ? ആപ്പി എന്താ ഒരുമാതിരി ആക്കിയിട്ട് സംസാരിക്കുന്ന ആപ്പിയ. ആ ഇനി ഒരു 2 കൂടി വെക്ക ആപ്പി അതിലേക്ക്. ഈ ആപ്പിളൊക്കെ വെക്കി. പ്രണയം അന്ന് വാതിലടിച്ച് അപ്പൊ ആയിട്ടില്ല. ഇനിയും അപ്പൊ കുറെ നേരം വെയിറ്റ് ചെയ്യണല്ലേ. പ്രണയമല്ലിപ്പൂത്തുലഞ്ഞു നീലരാവിൽ പൂക്കളും പുഴകളും. കാത്തിരുന്ന് ഓള് വരുന്നില്ലല്ലോ. റെഡി ആയിട്ടുണ്ട് അവള്. ഹലോ മറിയം. ഓക്കെ ആണോ റാശിയ? ഹായ് മറിയം. അല്ലല്ലേ. പൂക്കളും അല്ല വേണ്ടല്ലേ. അങ്ങനെ വിചാരിക്കോ? തോന്നുവോ അങ്ങനെ? പോണ്ടി വരുമോ? ബാത്റൂമിൽ പോവാൻ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യം എനിക്ക് എന്തായിരുന്നു? ഞാൻ വിചാരിച്ച എന്റെ മൊഞ്ചത്തി ആയിരിക്കുന്നു. ആയില്ല, വരാനായിട്ടോ. ഹോട്ടലിൽ പ്ലേറ്റ് വെക്കുമല്ലോ, ഏത് ഫുഡ് വരുന്നതിന് മുന്നായിട്ട്. എത്താനായി കഴിഞ്ഞാൽ ഒരു വെക്കും. അതേപോലെ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഓള് വരും. പ്രണയമല്ലിപ്പൂത്തുലഞ്ഞ നീലരാവിൽ പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും. വരുമായിരിക്കില്ല റാശി? ഉറപ്പാണ്. ഓക്കെ അല്ലേ? ഞാന് സ്പ്രേ അടിച്ചാട്ടെ. സ്പ്രേ എവിടെ പോയി? ഓള് വന്ന പാട് ഒരു റോസ് കൊടുത്ത് സ്വീകരിച്ചാലോ? അത് നല്ലതാവൂലേ? ഹായ് മറിയം, ഇത് പറഞ്ഞേക്ക് നോക്ക്. ഹായ് മറിയം, ഇത് ഞാൻ സൊല്ലിയാകണം, നീ അവളും അഴക്. ആ വൈബ് പിടിച്ചാലോ? നാണൊക്കെ വരുന്നതാണോ? ഇല്ലാത്ത സാധനം. ഒരൊറ്റ കാര്യം കേട്ടോ, അതായത് മറിയ പറഞ്ഞു കൊടുക്ക്. കുറച്ചുകൂടെ, അതായത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇവന്റെ കോമഡി തമാശകളൊക്കെ ഉള്ള വീഡിയോ ആണുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് ഒന്ന് ആറ്റിക്കുറുക്കിയിട്ട് ഷോർട്ട് ആക്കി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇവൻ ഭയങ്കര ഓവറാണ്. സോ ആ ഓവർ സംസാരങ്ങളൊക്കെ നമ്മൾ കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടെ ഒരു കാര്യം, ഞാൻ എപ്പോഴും ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ നേച്ചർ ഇങ്ങനെയാണ്. ഇതിലും ഓവറാണ്, അതായത് നിങ്ങൾ കാണുന്നതിലും ഓവറാണ് റിയൽ ലൈഫില്. ഇവന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇവന് അത്രയ്ക്ക് ഓവറാ. ഭയങ്കര എന്താ പറയാ, സംസാരിക്കുന്ന ഒരാളാണ്. ഭയങ്കര എനർജറ്റിക് ആണ്, സംസാരിക്കുമ്പോൾ ഭയങ്കര ഹൈപ്പിലാ സംസാരിക്കുക. ഇവര് പറയുമ്പോ നിങ്ങൾ പറഞ്ഞാണല്ലോ നമ്മൾ കുറെ കേൾക്കട്ടെ. അപ്പൊ നമ്മള് കുറെ ആൾക്കാർ അതിൽ കമന്റ് ചെയ്തപ്പോ നമുക്കും ഒരു ഇതില്ലേ, ഇവന് ഭയങ്കര വിഷമം. ഞാനിപ്പോ സംസാരിക്കണോന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കും. പക്ഷെ ഇവനായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ഞാനായിട്ടല്ലേ നിൽക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെയാണ്, ഇതിനെക്കാട്ടി അപ്പുറമാണ് ക്യാമറ ഓഫ് ആക്കിയാല്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് അൺകട്ട് വീഡിയോ, ഫസ്റ്റ് നൈറ്റിന്റെ അൺകട്ട് വീഡിയോ നമ്മൾ ഇടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നി, കാരണം കുറേ നമ്മൾ രസമുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാത്തൊരു അൺകട്ട് വീഡിയോ അല്ലെ, ഫുൾ വീഡിയോ ഫസ്റ്റ് നൈറ്റിന്റെ. ഇത് ആറ്റിക്കുറുക്കിയ വീഡിയോ, അൺകട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തി. അതെ, അത് കുറച്ച് ലെങ്ത് ഉണ്ട്. അത് ഈ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അതിന്റെ കൂടെ. അത് കട്ട് ചെയ്യാത്ത വീഡിയോ, ഓക്കെ, ഫുൾ ലെങ്ത് വീഡിയോ.
കാരണം അതിന്റെ മുന്നേ കുറെ ഫണ്ട് ഉണ്ട്, ഓള് വന്നിട്ടും ഫണ്ടുകളുണ്ട് അല്ലെ. എല്ലാം നമ്മൾ ഇവരുടെ കമന്റ്സിനനുസരിച്ചാ ചെയ്യാറുള്ളത്. എന്റെ ഡ്രസ് പോലും നിങ്ങളെ കമന്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാ ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്ത് കിടിലനായിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇതാ ഇപ്പൊ ഇവള് കേറുന്ന നമ്മൾ ഇട്ടുതരാം. പക്ഷെ അടുത്ത വീഡിയോ ഇവളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഉണ്ട്, വീടൊക്കെ പരിചയപ്പെടുത്തുന്ന, പിന്നെ പണി കൊടുക്കുന്ന വീഡിയോ ഉണ്ട്, തട്ടുകടൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വരാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളി, കൂടെ കൂടിക്കോളി. അതെ, സബ്സ്ക്രൈബ് ചെയ്തോളി, കൂടെ കൂടിക്കോളി. അപ്പൊ എന്തായാലും കേറുന്ന വീഡിയോ അല്ലെ, അതിന് കാണാം. പാട്ട് വെച്ചില്ല. ഹലോ ഡാൻസ് വരുന്നു ഇവിടെ. അള്ളാന്റെ പഴം, ഇന്ന പഴം, ഇതിന്റെ പഴാണ്. അല്ല ആപ്യ ഇതുവരെ കേറാത്ത കുട്ടി ഇതെപ്പ കേറി, ഇതിന്റെ പഴാണ്. അല്ല അത് നിങ്ങളെ കല്യാണത്തിനാണ് നിങ്ങൾ ഇത് പറയോ? അല്ലല്ല അതല്ല, ഞാൻ ഒരു കാര്യം പറട്ടെ, ഇതുവരെ ഇന്ന ഇഷ്ടമില്ലാത്ത കുട്ടി, അപ്പൊ പിന്നെ കുട്ടിക്ക് ഇന്നും ഇഷ്ടമുണ്ടാവൂല. കുട്ടി രാത്രി കരയും, ഉറപ്പായിട്ടും കരയും. കണ്ടില്ല അതാണ് അത് തിരിച്ചാ പാല് പോകും. അത് ശരിയാ, ആപ്പി പറഞ്ഞു. അല്ല ഞാനൊരു സിനിമാറ്റിക് ഡാൻസ് ഒന്നും ഇവിടെ പോയാ ഇതാ അപ്പൊ ശരിട്ടോ. സ്വർണം കൊടുത്തിട്ടും മതിയായില്ല, തങ്കം പോരാ. സംഗീതം പറഞ്ഞ അങ്ങനെ. ഓ അത് സാങ്ഷൻ. ഇനി ഒന്ന് മാറി തരുമോ? അല്ല നാളെ മദർസ് ഒക്കെ ഉള്ളതാണ്, പോയി കിടന്നുറങ്ങി. അല്ല ചെക്കന്റെ അനിയനും എവിടേക്കാണ്? കോവയിലേക്ക്. അല്ലല്ല ഗോവയിൽ അങ്ങനെ പോകാൻ പറ്റൂല കേട്ടോ. അയ്യ എന്തൊക്കെ വേഷങ്ങളാണ് ആൾക്കാരൊക്കെ ഇട്ട് പോണത്. അയ്യയ്യ പറ്റില്ല.
ഒരു ഗോവ അല്ല ഒരു ഹൈദരാബാദ്. ഹൈദരാബാദിലെ എന്താ പ്രശ്നം എന്നറിയോ? ചെറിയ തണുപ്പ്. അത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. അത് പോയാട്ടെ. നാളെ മദർസ് ഉള്ളാട്ടെ, എല്ലാരും പോയി കിടന്നു തുടങ്ങി. ഇനി ഈ ഭാഗത്തേക്ക് വരണം കേട്ടോ. മോളില് ചായക്കുള്ള പൈസ അമ്മ കൊടുത്താണി. മങ്ങട്ടമ്മ 12 റുപ്യ 50 പൈസ കൊടുക്കി. അല്ലാന്ന് അത് ആപ്പി ഇത്രയും ടൈമിൽ നിങ്ങൾക്ക് ചായ വേണ്ടായിരുന്നു. ഇപ്പൊ ചായ ആപ്പി അവിടെ അല്ലല്ല, നിങ്ങൾ ഫ്രൂട്ട്സ് എടുത്തു വെക്കണം. ആപ്പി കേൾക്കുകയാണ് ഏത് പോളിഷ് ചെയ്യണമായി ഓരോ ഫ്രൂട്ട്സ് എടുത്തിട്ട്. നിങ്ങൾ ഇതുവരെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല നമ്മളെ ഒരു അന്യ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്നിട്ട് നമ്മളെ പുര കയറി നമ്മളെ കുടുംബക്കാരെ പറ്റി എന്താ വിചാരിക്കുക? അല്ല അങ്ങനെ പറഞ്ഞാ പറ്റൂല. അതല്ലല്ല, ഓൾ അങ്ങനെ പറയുള്ളൂ. പക്ഷെ നമ്മള് കണ്ടറിയണം. നമ്മള് കണ്ടറിയണ്ടേ ഒരു പെൺകുട്ടി ഒന്നല്ലേ നന്മ അല്ലേ? മുല്ലപ്പൂ നാളെ മദർസിൽ പോവാനുള്ള. എനിക്ക് നാളെ ആലപ്പുഴ പോണ്ടേ? ആ അല്ല ഞങ്ങള് ഹണിമൂണിന് പോയാണ്. ഞങ്ങൾ അല്ലല്ല, ഇവിടെ കെട്ടാത്ത ആൾക്കാർ ആരൊക്കെ ഉണ്ടോ ഓരൊക്കെ തലയിലും മുഖത്തും കുറിച്ചിട്ടോളി. നിങ്ങളെ മൂർക്കം പാമ്പിനെ നോവിച്ചു വിട്ടത് ചെവി നുള്ളിക്കോളി. ആ നിങ്ങള് ചെവിയില് നുള്ളിക്കോളിട്ടാ. അല്ലല്ല, അത് കറണ്ട് പോയി, പവർ കട്ട്. ആ ബാറ്ററി തീർന്ന്. ആ അപ്പൊ ശരിട്ടാ. അസ്സലാമു അലൈക്കും. അപ്പൊ ശരി. അല്ല പോരാ, ഈ ഇറങ്ങിപ്പോല. അതിനുള്ളിൽ എന്തോ ആ ഒളിക്യാമറ ഇവിടെ പറ്റൂലട്ടാ. അല്ല ഇവിടെ ഒന്ന് അല്ല ഒരു നിർത്തി. ആരാണ് ഈ ഒളിക്യാമറ അവിടെ വെച്ച് പോയത്? കർട്ടന്റെ ഉള്ളിൽ ഒളിക്യാമറ വെച്ച് പോവാ നിങ്ങള്? ഇല്ല അല്ല പഠിച്ചോനെ. ഒരു കാര്യം പറട്ടെ തോർന്ന് ഒരു കല്യാണം കഴിച്ചിട്ട് എന്റെ പഠിച്ചോനെ ഒരാള് സ്വൈര്യം തരാത്തൊരു കല്യാണം ആയിപ്പോയല്ലോ പഠിച്ചോനെ. ഒരാള് ആ അതൊക്കെ ടൈമാവും. അതെ അതാ ഞാൻ നോക്കുന്നത്. ഞാൻ റൂമിലേക്ക് ഫ്രൂട്ട്സ് കയറാനല്ല. അള്ളന്റെ എന്റെ നാരങ്ങ കൊണ്ട് മോളെ ഇത് നമ്മളെ ബൗളിൽ വെക്ക്. അല്ലാ ഞാൻ കാര്യം പറട്ടെ, ആറ്റ് നോറ്റൊരു കല്യാണം കഴിച്ചതാ. നിങ്ങൾ അത് കൊളാക്കരുത്. നിങ്ങൾ കൊളാക്കരുത്. മോനെ മാമനൊരു കല്യാണം കഴിച്ച് ഓറഞ്ച് മാമൻ്റെ ആണ്. നാളെ മോന് വേറെ ഓറഞ്ച് മേടിച്ചാ മാമന്. മോളെ അതെടുത്തെ ആ ഓറഞ്ച് എടുത്തേ. ഒന്നെടുത്തേക്ക് ഓറഞ്ച് കഴിഞ്ഞല്ല. എന്നാ എന്റെ ഓറഞ്ച് പോയാട്ടെല്ലാരും പോയേ. എന്റെ ക്ഷമങ്ങൾ പരിഷ്കരിട്ടാ. ഒരു മണൽവാളനാണെന്നൊന്നും ഞാൻ നോക്കൂല. അതെ ഞാൻ കാര്യം പറ്റേ, എല്ലാരും ഞാൻ കണ്ടോളാം. എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട്. എല്ലാരും അടിപൊളി ആൾക്കാരാണ്, നല്ല മനസ്സിന്റെ ഉടമകളാണ്. എല്ലാരും അടിപൊളി. അല്ല ഞങ്ങൾക്ക് വേണ്ടി അല്ല ഒറ്റ മിനിറ്റ് ഞമ്മക്ക് വേണ്ടി ഒന്ന് ദോരന്നോട്ടോ എന്നിട്ട് പോയാ മതി. കഷ്ടപ്പെട്ടൊരു കല്യാണം കഴിച്ചു എല്ലാവർക്കും വേണ്ടി ഞാൻ തോന്നുന്നു. നിങ്ങളെല്ലാരും നല്ല അടിപൊളിയായി ദോരക്ക്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടേ നോക്ക്, ചങ്ങലക്ക് മറ്റേ അതാരും പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞേ, ചൂടെടുക്കണേ. പുറത്തുനിന്ന് അന്യ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെ റൂമിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ഒരു വിചാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നമ്മക്കെല്ലാവർക്കും മോശമാണത്. ഇന്നാണെങ്കിൽ പോയി എന്തായാലും അല്ലെങ്കി വരണ്ട. പോയ അല്ല നീ ഇപ്പൊ ഈ എന്തിനാ നിക്കണേ? ഞാൻ പോവാ. പോടേ. അല്ല ഞാനിവിടെ ഇരിക്ക. നിങ്ങക്ക് വൈൻഡപ്പ് പറയണ്ടേ? സ്വന്തം
എന്തൊരു കഷ്ടാണ്. വൈൻഡപ്പ് പറയണ്ടേ? മൂക്കുള്ളോടത്തിലോളം ചീരാപ്പ് തീരൂലെന്ന് പറഞ്ഞമാതിരിയാണല്ലോ ആശ എന്റെ അവസ്ഥ. എങ്ങനെയൊക്കെയാണ് 10 രൂപ എണ്ണത്തിന് ഒഴിവാക്കിയത്. വൈൻഡപ്പ് പറയണ്ടേ? അതുണ്ടല്ലോ മോളെ. അപ്പൊ എന്തായാലും ഇപ്പോഴല്ലല്ലോ. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ശാന്തിമൂർത്തി കഴിഞ്ഞിട്ടാണ് വൈൻഡപ്പ് പറയാ. മോനെ വിട് ചെല്ല്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇനിയും ഒരുപാട് ഫണ്ണ് വീഡിയോസ് വരുന്നുണ്ട്, കാത്തിരിക്കാം. ബെല്ലൈക്കണും കൂടി നിങ്ങൾ അമർത്തിയാ കിട്ടും. നാളെ നമുക്ക് ഈ വീടൊക്കെ അവൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ശരി, ബൈ.